യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിവിടെ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ XAUSD ഗോൾഡിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഒരു AM സെഷനിലെ കണ്ടിന്യൂഷൻ ട്രേഡ് ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഹയർ ടൈം ഫ്രെയിം ടു ലോ ടൈം ഫ്രെയിം എങ്ങനെയാണ് നമ്മൾ ആ ഒരു ട്രേഡ് അപ്രോച്ച് ചെയ്ത് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് കാണാൻ കഴിയും ഫ്രം ഈ ഒരു ഹൈ ടു താഴോട്ടേക്ക്. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ നമുക്ക് ടെസ്റ്റഡ് അല്ലാത്ത ഒരു FVGs ഉണ്ടായിരുന്നത് ഇവിടെ ഒരു വീക്ക്ലി FVG ആണ്. ടെസ്റ്റഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പിന്നെ 2 വീക്കായിട്ട് ഇപ്പോൾ കറൻ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും കഴിഞ്ഞ 2 വീക്ക് ആ ഒരു FVGയിലാണ് പ്രൈസ് ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇനി നേരെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു FVGൻ്റെ ഇൻസൈഡായിട്ട് നമുക്ക് ഒരു ഡെയിലി FVG ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഡെയിലി FVG പ്രൈസ് റിയാക്ട് ചെയ്തിട്ട് പ്രൈസ് എന്ത് ചെയ്യാണ് താഴോട്ടേക്ക് വരികയാണ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു വീക്ക് പ്രൈസ് ഓപ്പൺ ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ലോ മൺഡേ ലോ ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ പ്രീവിയസ് വീക്ക് ലോ ആണിത് PWL. ഓക്കെ, സോ അത് രണ്ടും പ്രൈസ് ഈ ഒരു FVG ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റഡ് ആയിട്ട് താഴോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു എക്സ്പെക്റ്റേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ 4 ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ 4 ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് പിക്ചേഴ്സ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ആക്ച്വലി നമ്മൾ ആ ഒരു ഡെയിലി FVG പ്രൈസ് റിയാക്ട് ചെയ്തു. അവിടുന്ന് പ്രൈസ് നേരെ താഴോട്ടേക്ക് ഒരു മൂവ്മെൻറ്റ് വന്നു. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റ് വന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും പ്രൈസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു FVG ഇൻവേർഷൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് മാർക്ക് ചെയ്യാം. സോ ഈ ഒരു ഏരിയ കണ്ടില്ലേ, മുന്നുണ്ടായിരുന്ന ആ ഒരു ബുള്ളിഷ് FVG പ്രൈസ് ഇൻവേഴ്സ് ആയതാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക് പ്രൈസ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് കാണാൻ പറ്റും ഇവിടെ നേരെ ആ ഒരു ഇൻവേർഷൻ FVGയിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്തത്. അവിടെ നിന്ന് എന്ത് ചെയ്തു, ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് താഴോട്ടേക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രോങ് മൂവ്മെൻറ്റ് എന്ന് പറയാൻ കാരണം നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു മൂവ്മെൻറ്റ് വന്ന സമയത്ത് അവിടെ നിന്ന് പുതിയൊരു ബിയറിഷ് FVG ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആ ഒരു FVG. ഓക്കെ, നമ്മൾ ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായത് ഈ ഒരു FVG റിയാക്ട് ചെയ്തിട്ട് പ്രൈസ് എന്ത് ചെയ്യും താഴോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യും, മൺഡേലോ ടാർഗറ്റ് ചെയ്യും, ഇതായിരുന്നു എക്സ്പെക്റ്റേഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് ആ ഒരു ഏരിയ പ്രൈസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ 50 മിനിറ്റ്സിൽ റിയാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ 4 hour ആൻഡ് 50 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ 50 മിനിറ്റ്സിൽ പ്രൈസ് വന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും പ്രൈസ് ആ ഒരു FVG ടാപ്പ് ചെയ്ത ശേഷം പ്രൈസ് നമുക്ക് അവിടെ ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് കാണാൻ പറ്റും താഴോട്ടേക്ക്. കണ്ടില്ലേ, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്കും തന്നിട്ടുണ്ട്. ഓക്കെ, 50 മിനിറ്റിലൊരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു. ഓക്കെ, നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ കഴിയും ഈ ഒരു ഏരിയ. വെച്ചാൽ ഇവിടുത്തെ ലാസ്റ്റത്തെ ആ ഒരു സപ്ലൈ ഇതാണ്. ഓക്കെ, സോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു IDM ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് ഇവിടെ ഒരു ലിക്വിഡിറ്റി കാണുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് കറക്റ്റ് ആ ഒരു ന്യൂയോർക്ക് ഓപ്പൺ ചെയ്ത ശേഷം നമ്മളെ ന്യൂയോർക്ക് ഓപ്പണിങ് വരുന്നത് 9:30. ഓക്കെ, ഇവിടെയാണ്. ഓക്കെ, അതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു ഏരിയയിലേക്ക് വന്നു. ഉണ്ടോ, പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് വന്നു. നമുക്കവിടെ ഒരു 50 മിനിറ്റ് CRT ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു 50 മിനിറ്റ് ഓർഡർ ബ്ലോക്കിൽ. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ആക്ച്വലി ഇവിടെ 50 മിനിറ്റ് സോണ് നമുക്ക് എന്ത് ചെയ്താൽ മതി, 5 മിനിറ്റ്സിൽ കൺഫർമേഷൻ നോക്കിയാൽ മതി. സോ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, 50 മിനിറ്റ് സോണിൽ വന്ന ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ 1 മിനിറ്റിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് കൺഫർമേഷൻ നോക്കിയാൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് സി, നമുക്ക് നോക്കാം. പ്രൈസ് ആ ഒരു 50 മിനിറ്റ് CRT ഹൈ ടേക്ക് ചെയ്തു. ഓക്കെ, അഗെയിൻ പ്രൈസ് അവിടെ കൺസോൾഡേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ഏറ്റവും ലാസ്റ്റുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടുന്ന് ഇതായിരുന്നു. ഇവിടെ നമുക്കൊരു ചെറിയൊരു FVG അത് ഹോൾഡ് ചെയ്തു, അഗെയിൻ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ബുള്ളിഷ് മൂവ്മെൻറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ ലോ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ,
ഇതിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, CSD ആയിട്ട് കൺഫേം ചെയ്യാം. ഓക്കെ, സോ പ്രൈസ് വീണ്ടും നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഏരിയയിലേക്ക് വന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്തു, നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ബ്രേക്ക് ആൻഡ് ക്ലോസിങ് കിട്ടി. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആക്ച്വലി എന്തുണ്ട്, പ്രോപ്പറായിട്ടുള്ളൊരു കൺഫർമേഷൻ ഈ ഒരു പോയിന്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എൻട്രി വന്നത് ഇവിടെയാണ് വെച്ചാൽ ഈ ഒരു CSD കൺഫേം ആയ ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിങ്ങിൽ ഈ ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിങ്ങിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എൻട്രി ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈയുടെ മേലെ കീപ്പ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ടാർഗറ്റായിട്ട് അടുത്ത ഒരു ലോ ആയിരുന്നു ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൺഡേ ലോ വരെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ആക്ച്വലി ഈ ഒരു ഏരിയ. ഓക്കെ, ആൻഡ് ഇതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു ലോ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഏരിയാസാണ് ആക്ച്വലി ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് തന്നെ നമുക്ക് 1:2+ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് നമുക്ക് കാണാം പ്രൈസ് എങ്ങനെയാണ് അവിടുന്ന് റിയാക്ട് ചെയ്തെന്നുള്ളത്. ആണായിട്ടും പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു CSD കിട്ടിയതിന് ശേഷം പ്രൈസ് അവിടുന്ന് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും, ഇവിടെ ഒരു FVG ഇൻവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അഗെയിൻ ഒരു 5 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 മിനിറ്റ് ഇൻവേർഷൻ ഇവിടെ കാണാം. അത് വീണ്ടും പ്രൈസ് ഹോൾഡ് ചെയ്തു, ശേഷം അവിടുന്ന് വീണ്ടും പ്രൈസ് താഴോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഫൈനലി പ്രൈസ് നമ്മുടെ ആ ഒരു മൺഡേ ലോ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ആ ഒരു മേജർ ലിക്വിഡിറ്റിയിലേക്ക് പ്രൈസ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി നമുക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് 1:2+ എത്ര കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഓക്കെയാണ്. മിനിമം 1:3 നമ്മൾ എന്ത് ചെയ്യണം, 1:2 മിനിമം നമ്മൾ എന്ത് ചെയ്യണം, എയിം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നലെ ഗോൾഡിലെടുത്തുണ്ടായിരുന്ന ഒരു ട്രേഡ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഒരു 4 hour FVGയിൽ വന്ന ശേഷം 50 മിനിറ്റിൽ ഉണ്ടായിട്ടുള്ളൊരു കണ്ടിന്യൂഷൻ ട്രേഡാണ്. സോ 50 മിനിറ്റ്സ് ഓണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റിൽ കൺഫർമേഷൻ നോക്കിയ ശേഷം എന്ത് ചെയ്യാം, അതിൻ്റെ കണ്ടിന്യൂഷൻ ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബ്രേക്ക് ഡൗൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ, ബൈ.